ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഇന്നൊരു അടിപൊളി ലിത്വാനിയൻ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2013 പുറത്തിറങ്ങിയ ദി എക്സ്കർഷനിസ്റ്റ് എന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമ സിനിമയാണ്. ഒട്ടനവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു യഥാർത്ഥ ജീവിത യാത്ര കൂടിയാണിത്. ഒരുപാട് വിഷമിപ്പിക്കുന്ന സീനൊക്കെ ഇതിനകത്തുണ്ട്. എന്നാലും അവസാനം നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നും. ഇതിന്റെ ഒരു വൺലൈൻ ഇതാണ്: രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്റ്റാലിനിസ്റ്റ് ഭരണകാലത്ത് ലിത്വാനിയയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ സെബീരിയയിലേക്ക് നാടുകടത്തുന്നു. ആ കൂട്ടത്തിൽ 11 വയസ്സുള്ള മാഷ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ ആളുകളെ സെബീരിയയിലേക്ക് കൊണ്ടുപോകുന്ന സമയം മാഷ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. പിന്നീട് അവൾ സ്വന്തം വീട്ടിൽ വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു 11 വയസ്സുള്ള പെൺകുട്ടി സോവിയറ്റ് സൈന്യത്തിന്റെയും രഹസ്യ പോലീസുകാരുടെയും പിടിയിൽ അകപ്പെടുമോ, ഇനി അവൾ ആഗ്രഹിച്ചതുപോലെ അവളുടെ സ്വന്തം നാട്ടിൽ എത്തുമോ എന്ന് കാണിക്കുന്ന ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമ. അപ്പൊ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ ഒരു ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനിൽ ലിത്വാനിയൻ ആൾക്കാരെ സെബീരിയയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു കുട്ടിയുണ്ട്, അതാണ് നമ്മുടെ കുഞ്ഞു നായിക മാഷ. കൂടെ ഗർഭിണിയായ ഒരു സ്ത്രീയും ഉണ്ട്, അത് മാഷയുടെ അമ്മയാണ്. മാഷ അമ്മയുടെ വയറിൽ തലവെച്ച് വരാനിരിക്കുന്ന അനിയനോ അനിയത്തിയോ കൊഞ്ചിച്ച് അവൾ അമ്മയോട് പറയും, എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയാം, നമ്മൾ എന്തായാലും തിരിച്ചു വരുമെന്ന്. അങ്ങനെ ട്രെയിൻ ഒരുപാട് ദൂരം പോയി കഴിയുമ്പോൾ ട്രെയിനിനകത്ത് ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ മരിച്ചിരിക്കുന്നു. അതിൽ മാഷയുടെ അമ്മയുണ്ട്. ഈ ട്രെയിൻ ഒരിടത്ത് നിർത്തി ആ ബോഡികൾ ഇറക്കുന്ന സമയം മാഷയുടെ അമ്മയെ അവിടെ നിന്ന് അവർ വലിച്ചെടുക്കും. ഇത് കണ്ട് കുഞ്ഞിപ്പെണ്ണ് അതിന്റെ അമ്മയാണ്, അമ്മയെ കൊണ്ട് പോവല്ലോ എന്ന് വാവിട്ട് കരയും. അപ്പൊ അടുത്തിരുന്ന ഒരു സ്ത്രീ കുഞ്ഞിപ്പെണ്ണിനെ പിടിച്ച് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്, മോളിത് വെച്ചോ എന്ന് പറഞ്ഞ ഒരു കുരിശ് മാഷയുടെ കയ്യിൽ കൊടുക്കും. അടുത്ത സീനിൽ ഒരാളെ കാണിക്കുന്നു, ഇതാണ് വിച്ചോക്ക്. പുള്ളി രാവിലെ ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന സമയം കുറച്ചു നേരം കൂടി കിടക്കാൻ ഭാര്യ നിർബന്ധിക്കും. എന്നാൽ പുള്ളി അത് കേൾക്കാതെ അവിടെ നിന്നിട്ട് റെഡിയായി പുറത്തേക്ക് പോകും. പോയ സ്പീഡിൽ തന്നെ പുള്ളി തിരിച്ചു കയറി വന്ന്, നിന്റെ പട്ടിയെ മിക്കവാറും ഞാൻ തന്നെ കൊല്ലും, എന്നെ കാണുമ്പോൾ എന്താ അതിന്റെ പ്രാന്താണോ? ഭാര്യ വന്ന് നോക്കിയിട്ട് ശരിയാവും, ഭയങ്കര ദേഷ്യത്തിലാ, ഇനി നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിനുള്ള വഴി എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വിച്ചോക്ക് ഒരു കത്തി എടുത്ത് അവിടെ നിന്ന് പോകും. പുറത്തേക്ക് വന്ന് വണ്ടി എടുത്ത് പട്ടിയുടെ കൂടിനടിച്ച് തകർക്കും. ആ കൂട് പൊളിഞ്ഞുരുണ്ടു പോകുമ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ തെറിച്ചു വീഴും. ഇതെന്താടാന്ന് പറഞ്ഞ് വിച്ചോക്ക് എന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ മാഷയാണ്. വിച്ചോക്ക് മാഷേനെ എടുത്ത് അകത്തേക്ക് വരും. ഇത് കണ്ട് ഭാര്യ ചൂടായി, ഇവളെ ഒന്നും ഈ വീട്ടിൽ വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു കുഞ്ഞിനാണ് വേണ്ടത്, വല്ലവരുടെ അല്ലാന്ന് ഗ്രാമത്തലവനെ അറിയിക്കാൻ പറയും. സംഭവം ഇവർക്ക് കുട്ടികളില്ല, എന്നാൽ ഭാര്യയ്ക്ക് സ്വന്തം കുഞ്ഞിനാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ അവളെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയും. വിച്ചോക്ക് അതിനൊന്നും സമ്മതിക്കില്ല, കാരണം അവനെയും കുഞ്ഞിലെ ഇതേ പ്രായത്തില് ടൈഗയിൽ ഒരാൾ കണ്ടെത്തുന്നതാണ്. അവർക്കെന്നെ വിൽക്കാമായിരുന്നു, പക്ഷെ അവരത് ചെയ്തില്ല. നിനക്കും അങ്ങനെ ആവായിരുന്നു എന്ന് ഭാര്യയോട് പറഞ്ഞ് വിച്ചോക്ക് അവിടെ നിന്ന് മാഷേനെയും കൂട്ടി വണ്ടിയെടുത്ത് പോകും. പുള്ളി നേരെ വരുന്നത് ഭാര്യയുടെ അമ്മയുടെ അടുത്താണ്. അവിടെ വന്ന് മുത്തിയമ്മയോട്, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. മുത്തി വന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ മാഷയാണ്. നിങ്ങളുടെ മോക്ക് അവളെ നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വിച്ചോക്ക് പറയും. മുത്തി മോളെ ഒരുപാട് കുറ്റപ്പെടുത്തും. വിച്ചോക്ക് ഇപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ മുത്തി ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകും. വിച്ചോക്ക് പോയി കഴിഞ്ഞ് മുത്തി മാഷയെ വെള്ളത്തിൽ മുക്കിയെടുക്കും. ഇത് കണ്ട് അവളെ കൊല്ലാൻ നോക്കുന്നതായി നമുക്ക് തോന്നും, പക്ഷെ മുത്തി അവളെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നതാണ്. എന്നിട്ട് ഒരു കത്തി എടുത്ത് അവളുടെ മുടി മുറിക്കാനായിട്ട് പിടിക്കുന്നത് അത് കണ്ട പെണ്ണിന്റെ ബോധം അപ്പൊ തന്നെ പോകും. അടുത്ത സീനിൽ ട്രെയിനിൽ നിന്ന് അവൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് കാണിക്കും. ആ ട്രെയിന് നിർത്തി സൈനികർ ബോഡി ഇറക്കുന്ന സമയം അവളുടെ കയ്യിൽ കുരിശു വെച്ചു കൊടുത്ത സ്ത്രീ അവളെ അതിലെ വിൻഡോ വഴി താഴെ ഇറക്കും. എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്ന വശത്തേക്ക് പോകാൻ പറയും. അങ്ങനെയാണ് നമ്മുടെ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞ് മാഷ ഇപ്പോൾ ഉള്ള ഇടം കാണിക്കും. മുത്തി അവളെ ഒരു കമ്പിളിയിൽ പൊതിഞ്ഞ് ഉണ്ണിയേശുവിനെ പുൽക്കൂടി വെച്ചേക്കുന്ന പോലെ കിടത്തിയിരിക്കുവാണ്. അവളെ എണീപ്പിച്ച് മുത്തി ചായ കൊടുക്കും. അത് കുടിച്ച ഉടനെ തന്നെ അവൾ ഛർദ്ദിക്കും. എന്നാലും മുത്തി വീണ്ടും അവളെ അത് കുടിപ്പിക്കും, കാരണം അവർക്കറിയാം അവൾക്കൊന്നും കിട്ടിയിട്ടില്ലാന്ന്. എന്നിട്ട് അവളെ കുറച്ചു നേരം മടിയിലെടുത്ത് താരാട്ട് പാടി ഉറക്കും. അടുത്ത സീനിൽ മാഷ ഉണർന്നു കിടക്കുന്ന സമയം മുത്തി വന്ന്, നിനക്കിപ്പോ സുഖമായല്ലോ, നിന്റെ പേരെന്താന്ന് ചോദിക്കും. മുത്തി ചോദിക്കുന്നതിന് അവള് മറുപടി ഒന്നും പറയില്ല. അവൾ ഈശോയുടെ ഫോട്ടോ നോക്കിയിരിക്കും. മുത്തി അത് നോക്കി ദൈവം എന്ന് പറയും. അതിന് മാഷ വേറൊരു ഭാഷയിൽ ദൈവം എന്ന് പറയും. അവള് ഭാഷ മാറ്റി പറയാൻ കാരണം അവൾ ഈ നാട്ടുകാരിയാണെന്ന് ആരും മനസ്സിലാക്കാതിരിക്കാനാണ്. ഇപ്പൊ മുത്തിക്ക് ഇവളുടെ ഭാഷ വേറെയാണെന്നാണ് മനസ്സിലാവുന്നത്. മുത്തി അവൾക്ക് കഴിക്കാനായി ഭക്ഷണമൊക്കെ കൊടുക്കും. അവര് തമ്മിൽ ഒരു മുത്തശ്ശി കൊച്ചുമകൾ എന്ന പോലെ ഒരുപാട് സ്നേഹത്തിലാവും. അടുത്ത സീനിൽ മുത്തിയുടെ മകൾ വിച്ചോക്കിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരും. ഈ മകൾ അവിടെ വന്നിട്ട് തന്നെ ഒരുപാട് കാലമായി. മുത്തിയെ വന്ന് നോക്കിയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ മോള് വന്നിട്ടും മുത്തി വലിയ മൈൻഡൊന്നും കാണിക്കില്ല. ഭാര്യ മാഷയ്ക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് പിന്നെ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ കൊടുക്കും. നീ ഇപ്പൊ എന്തിനാ വന്നതെന്ന് മുത്ത് ചോദിക്കുമ്പോ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം വിച്ചോക്ക് വീട്ടിലെത്തിയിട്ടില്ല. അമ്മയെ കാണാൻ വിച്ചോക്ക് ഇടയ്ക്ക് വരുമെന്നറിയാം, അതാ ഇങ്ങോട്ട് വന്നേന്ന് ഭാര്യ പറയും. എന്നിട്ട് മാഷയ്ക്ക് എങ്ങനെയുണ്ടെന്ന് മുത്തിയോട് ചോദിക്കും. അവൾ ഓർത്തഡോക്സ് അല്ല, വേറെ രീതിയിലാണ് കുരിശ് വരയ്ക്കുന്നത്, പിന്നെ നന്നായി ജോലി ചെയ്യുന്നു മുത്തി പറയും. വിച്ചോക്ക് വരുവാണെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിന്ന് പോകും. ഇവിടെ മുത്തി മാഷയ്ക്ക് പുതിയൊരു പേരിടും, മരിയ. അവൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് വിളിച്ചു കൂകും, ഇനി എന്റെ പേര് മാഷയല്ല, ഇനി മുതൽ ഞാൻ മരിയാണെന്നും. അടുത്ത സീനിൽ മുത്തി പുറത്തു പോയി വിറകെടുത്ത് വരുന്ന സമയം മാഷ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കി വെക്കും. അത് കാണുമ്പോഴാണ് ക്രിസ്മസ് അടുത്തൊന്ന് മുത്തി അറിയുന്നത്. അത് കഴിഞ്ഞ് മാഷ ഒരു പേപ്പറിൽ കുറച്ച് ആളുകളുടെ പടം വരച്ചേക്കും. മുത്തി അത് കണ്ട്, ഇതാണ് നിന്റെ അച്ഛനും അമ്മയും,
അവരിപ്പോ എവിടെയാ, മരിച്ചു എന്ന് ചോദിക്കും. അതിനവള് വിഷമിച്ച് അറിയില്ല എന്ന് പറയും. അവള് വിഷമിക്കുന്ന കണ്ട് മുത്തി ആ വരച്ച വീടിന്റെ ചിത്രം എടുത്ത്, ഇതാണോ നിന്റെ വീട്? വലിയ വീടാണല്ലോ, നീ വലിയ പണക്കാരി പെണ്ണാണല്ലേ. അങ്ങനെ കുറെ കാര്യം പറഞ്ഞ് മുത്തി അവളെ ആശ്വസിപ്പിക്കും. അടുത്ത സീനിൽ ബാങ്കിലെ ലോൺ കരാറുമായി ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരും. അവര് വന്ന് മുത്തിയുടെ ഒപ്പം മേടിച്ചു കഴിഞ്ഞ് മാഷയോട് സംസാരിക്കും. അവൾ അവരോടൊന്നും മിണ്ടില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് പോകും. മുത്തി ഇത് കണ്ട് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അടുത്ത സീനിൽ വിച്ചോക്ക് മാഷയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വരും. ഒരുപാട് വിഷമത്തോടെ മുത്തി മാഷയെ പറഞ്ഞേക്കും. അവൾ ഒരുപാട് കരയും. പോകുന്ന വഴിയിൽ വിച്ചോക്ക് മാഷയോട് സോതോപ്പിയിലെ സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒന്നാമത്തെ കാര്യം, സംസാരിക്കാതെ മിണ്ടാതിരിക്കണം. തല്ല് കിട്ടിയ കരയാം, പക്ഷെ സംസാരിക്കരുത്. അവർ ചോദിച്ചു മടുക്കുമ്പോൾ നിന്നെ പറഞ്ഞു വിട്ടോളൂ. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ അവർ സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാത്ത കാര്യം മാത്രമേ പറയാവൂ. നിനക്ക് വട്ടാണെന്ന് കരുതി അവർ വെറുതെ വിടും. ഇനി അവസാനത്തെ കാര്യം, മറ്റൊരാളുടെ സാധനം ഇഷ്ടപ്പെട്ട നിനക്കതെടുക്കാം. അതെന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ വഴിയെ മനസ്സിലാവുമെന്ന് മാത്രമേ വിച്ചോക്ക് പറയുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി മാഷയെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും. നിന്റെ പേരിന്റെ അവസാനം കാലിനിക്കിനെ ഒന്ന് ചേർക്കണം. പിന്നെ നമ്മളൊരു ഡോക്ടറിനെ കാണും. നീയാണെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു കുട്ടിയുടെ ഫോട്ടോ കാണിക്കും. സ്റ്റാമ്പ് ഉള്ളത് കൊണ്ട് അത് നീ പേടിക്കണ്ട. പിന്നെ നിനക്ക് അൾസറാണ്, അതുകൊണ്ട് വേദന ഉള്ളതുപോലെ അഭിനയിക്കണം. പിന്നെ നീ ഊമയുമാണ്. ഇതൊക്കെ പറഞ്ഞ് വിച്ചോക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനകത്ത് പോയി അപ്പൊ തന്നെ തിരിച്ചു വരും. എന്നിട്ട് മാഷേനെ എടുത്ത് ഡോക്ടറിനടുത്ത് ചെക്കിങ്ങിന് കൊണ്ടുപോകും. അവിടെ എത്തി വിച്ചോക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടി അഭിനയിച്ച് ഒരുവിധം പിടിക്കപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവൾക്കൊരു രേഖയും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റും വിച്ചോക്ക് റെഡിയാക്കി കൊടുക്കും. നാളെ ഉസ്ലോവായിലെത്തും. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷൂ നന്നാക്കുന്നിടത്തുണ്ടാവും. അവനോട് നിന്നെ ലിത്വാനിയയിലേക്ക് ട്രെയിൻ കയറ്റി വിടാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം. പിന്നെ കൂട്ടുകാരന് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു പാട്ടും അവൾക്ക് വിച്ചോക്ക് പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് തന്നെ മാഷയെ ട്രെയിനിൽ കയറ്റിവിടും. അതിനുശേഷം വിച്ചോക്കിനെ പിന്നീട് പോലീസ് പിടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട്. ട്രെയിനിനുള്ളിൽ ടിക്കറ്റ് കാണിക്കുമ്പോൾ TTR മാഷയ്ക്ക് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ അവിടെ നിന്ന് കൊണ്ടുപോകും. അവിടെത്തി അയാൾ പറയും, ഇവളൊരു അനാഥയാണ്, വയ്യാത്തതാണ്, പിന്നെ ഊമയുമാണ്, നിങ്ങളുടെ കൂടെ ഈ കുട്ടി യാത്ര ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ആളുകൾ അവൾ ഭിക്ഷക്കാരിയാന്ന് കരുതി അവൾക്ക് പൈസ കൊടുക്കും. ഭിക്ഷയല്ല ഉദ്ദേശിച്ചത്, അവൾക്കൊരു സീറ്റാണ് ആവശ്യമെന്ന് പറഞ്ഞ് TTR അവൾക്ക് മുകളിൽ കിടക്കാൻ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കും. കുറച്ചു കഴിഞ്ഞ് മാഷ ഉറക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കും. ഇത് കണ്ട് ഒരുത്തൻ TTRനോട്, അവൾ ഊമയല്ല, അവൾ വേറെ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അവൾ നാട് കടത്തപ്പെട്ടവളാണ്, അവളെ പിടിച്ചു കൊടുക്കണമെന്ന് ഇയാൾ പറയും. രേഖകളെല്ലാം കറക്റ്റാണ്, പിന്നെ എങ്ങനെ പിടിച്ചു കൊടുക്കുന്നു TTR ചോദിക്കും. അവസാനം ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അടുത്ത സ്റ്റോപ്പിൽ TTR കുട്ടിയെ അവിടുത്തെ ഓഫീസിൽ കൊണ്ടാക്കി ഇവളെ പരിശോധിക്കാൻ പറഞ്ഞ അയാൾ ഈ സ്റ്റേഷൻ ഓഫീസർ ഒരു നല്ല മനുഷ്യനാണ്. അയാൾ വിചാരിക്കുന്നത് ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടിയെ ഇറക്കി വിട്ടു എന്നാണ്. പുള്ളി അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ ഒരിടത്ത് ഉറങ്ങിക്കോ, നാളെ കാലത്ത് എന്താന്ന് വെച്ചാൽ നോക്കാം, പിന്നെ ഓടിപ്പോയാൽ എങ്ങനെയും പിടിക്കും നമ്മൾ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ മിണ്ടാതെ കിടക്കാൻ പറയും. അടുത്ത ദിവസം രാവിലെ തന്നെ മാഷ അവിടെ നിന്ന് ഓടിപ്പോവും. ഒരു പാലത്തിനടുത്ത് എത്തുമ്പോൾ അവളെ ഒരു പോലീസ് കാണും. അയാളുടെ കയ്യിലൊന്നും പെടാതെ ആ ട്രാക്കിലൂടെ ഓടുമ്പോൾ അതിലൂടെ ഒരു ട്രെയിൻ വരും. ആ ട്രെയിനിലെ ആൾക്കാർ ഇവളോട് മാറാൻ പറയുന്നുണ്ട്. ഇവക്ക് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. പുറകിലാണെങ്കിൽ പോലീസ്. ഇവൾ ആ പുഴയിലേക്ക് എടുത്ത് ചാടും. അടുത്ത സീനിൽ ആ പുഴയിൽ മീൻ പിടിക്കാൻ വരുന്നവർ കുട്ടിയെ കണ്ട് രക്ഷിക്കും. ആ സമയം വിച്ചോക്ക് പറഞ്ഞു കൊടുത്ത പാട്ട് അവൾ പാടും. പക്ഷെ ഇത് കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ആ കാട്ടിൽ വെച്ച് ഇവര് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം അതിലൊരാളുടെ തോളിൽ രക്തം കാണും. ഇത് മാഷ കണ്ട് എന്താന്ന് ചോദിക്കും. അയാൾ അവളോട് ദേഷ്യപ്പെടും. ആ സമയം അവിടേക്ക് ഒരു കൂട്ടം പോലീസ് വരും. സംഭവം മാഷയെ രക്ഷിച്ചവർ മീൻപിടുത്തക്കാരല്ല, ജയിൽ പുള്ളികളാണ്. ഈ കള്ളന്മാർ നമ്മുടെ കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ അപ്പ പൊട്ടും നെഞ്ചിലൊരു വെടി. പോലീസ് ആ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. മാഷാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അവിടെ നിന്ന് ഓടി ഓടി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ അടിയിൽ വന്ന് അവൾ ഒളിച്ചിരിക്കും. അവിടെ കുറെ പോലീസ് നിൽപ്പുണ്ട്. അവരുടെ കൂടെ ഒരു നായയുണ്ട്. അവൾ ആ ട്രെയിനിനടിയിലെ ഗ്യാപ്പിലൂടെ അതിനകത്തുള്ള ആളുകളെ കാണും. അവരും ലത്തീനിയക്കാരാണ്. മാഷ അവളെ രക്ഷിക്കുമെന്ന് പറയും. അതിനകത്തെ ആള്, നീ വരരുത്, ആപത്താണ്, നീ ഇനിയും ജീവിക്കണം, ഒരു അഡ്രസ് അവക്ക് കൊടുത്ത് എന്റെ പെങ്ങളെ കണ്ടെത്തി ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണമെന്ന് പറയും. അപ്പൊ ഈ നായ നമ്മുടെ കുട്ടിയെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങും. അവൾ അവിടെ നിന്ന് ആരും കാണാതെ ഓടി രക്ഷപ്പെടും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരുപാട് പോകുമ്പോൾ കുറെ സ്കൂൾ കുട്ടികൾ നിൽക്കുന്ന അവൾ കാണും. അവരുടെ ഡ്രൈവർ മാഷയെ കണ്ട് അവളെയും പിടിച്ച് ഇവരുടെ കൂടെ കൊണ്ടുപോകും. അയാൾ കരുതുന്നത് മാഷ അവരുടെ കൂട്ടത്തിലുള്ളതെന്നാ. ബോർഡിംഗ് സ്കൂളിലെത്തി അവിടുത്തെ ടീച്ചർ വരുമ്പോൾ മാഷയെ കണ്ട് ആരാന്ന് ചോദിക്കും. ഇവിടെയുള്ള കുട്ടിയാണെന്ന് അയാൾ പറയും. ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ല, എനിക്ക് ഇവളുടെ കാര്യമൊന്നും അറിയില്ല, എന്താന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തോളാൻ പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ബാക്കി കുട്ടികൾ അവൾ നോക്കി നിൽക്കുന്ന സമയം ഒരു ഡോക്ടർ വന്ന് അവളെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും. അതിനകത്ത് ഇവരുടെ എല്ലാം ഹെഡ് ഒരാളുണ്ടാവും. പുള്ളി പറയും, കുടിയേറ്റക്കാരെ ട്രെയിനിൽ കൊണ്ടുപോയ സമയം ഒരു 11 വയസ്സുകാരി പെൺകുട്ടി കാണാതെയായി. പക്ഷെ ആ സംഭവം 700 കിലോമീറ്ററിനപ്പുറം 1 വർഷവും 3 മാസവും മുമ്പ് സംഭവിച്ചതാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, 1 വർഷത്തിലേറെ അവൾ ആരും കാണാതെ 700 കിലോമീറ്ററോളം അവൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അന്ന് ഒരുപാട് തണുപ്പുള്ള സമയവുമാണ്. എനിക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമില്ലെന്ന് ഇയാൾ പറയും. അവൾ ഊമയല്ല, പക്ഷെ മാനസികമായ ഒരുപാട് പിരിമുറുക്കം ഉണ്ടായിരുന്നു. മരുന്ന് ചെയ്തതിന് ശേഷമാണ് അവൾ സംസാരിച്ചത്, അതും റഷ്യൻ ഭാഷയിൽ. വിനോദയാത്രക്കിടയിൽ വഴിതെറ്റി വന്നു എന്നാണ് ഡോക്ടറിനോട് മാഷ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഹെഡിനോട് പറയും, ടീച്ചർക്ക് നമ്മുടെ കുട്ടിയെ ഇഷ്ടാവില്ല,
അവളുടെ മുഖത്ത് തന്നെ കള്ളലക്ഷണമുണ്ട്. ഇവൾ ആ കുടിയേറ്റക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതെന്ന് ടീച്ചർ പറയും. അങ്ങനെ ഡോക്ടറും ടീച്ചറും തമ്മിൽ ഒരുപാട് വഴക്കാവുമ്പോൾ ഹെഡ് അവരോട് ചൂടാവും. ഞാൻ അടുത്ത ദിവസം അഡ്മിനിസ്ട്രേഷനിൽ പോകുന്നുണ്ട്, അവിടെ ഇവളെ പറ്റി അന്വേഷിക്കും. അതുവരെ അവൾക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം എല്ലാം കൊടുത്ത് ഇവിടെ തന്നെ അടുക്കളയിൽ നിർത്താൻ അയാൾ പറയും. അടുത്ത സീനിൽ കുട്ടി ഇവിടെ എത്തിച്ചു, കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ബോധം ഉണ്ടായിരുന്നു എന്നൊക്കെ എഴുതി ടീച്ചർ സമ്മതപത്രം റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് അതിൽ ഒപ്പിടാൻ പറയുമ്പോൾ അവൾ അനങ്ങാതെ നിൽക്കും. ഈ ടീച്ചർ തന്നെ അതിൽ ഒപ്പിട്ട് വെക്കും. എന്നിട്ട് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കുരിശെടുത്ത് ഇതിവിടെ നിരോധിച്ചിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞ് വേസ്റ്റ് കുട്ടിലിടും. ഈ ടീച്ചർ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് മാഷ അതിനകത്തുനിന്ന് കുരിശ് തപ്പിയെടുത്ത് വായ്ക്കുള്ളി വെക്കും. അടുത്ത സീനിൽ മാഷ അടുക്കളയിൽ പച്ചക്കറി അരിയുമ്പോൾ കേടായതൊക്കെ അവൾ മാറ്റി വെക്കും. ഇത് ടീച്ചർ കണ്ട് അവളോട് ദേഷ്യപ്പെട്ട് അവളെ തല്ലും. നീ ജനിച്ചതേ വേണ്ടെന്ന് ഞാൻ തോന്നിപ്പിക്കും, മര്യാദയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറയും. അപ്പൊ ഡോക്ടർ അവിടേക്ക് വരും. അവളുടെ കണ്ണിന് താഴെ കൂടി ഒരു ബാൻഡേജ് ഒട്ടിക്കാൻ പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ കുട്ടി ക്യാൻറ്റീനിലിരുന്ന് കഴിക്കുന്ന സമയം വേറൊരു ചെക്കനെ മറ്റു കുട്ടികളെല്ലാം കൂടി ടോർച്ചർ ചെയ്യും. അവൻ ജർമ്മൻ രാജ്യത്തിലായതുകൊണ്ടാണ് ഇവരവനെ ടോർച്ചർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കുട്ടി കാണുന്നുണ്ട്. അവനെ ഉപദ്രവിച്ചു കഴിഞ്ഞ് നമ്മുടെ കുട്ടിയെ ഈ പിള്ളേരെല്ലാം കണ്ട് ഇനി അടുത്തത് നീയാണ്, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അവക്കൊരു വാണിംഗ് കൊടുക്കും. ഈ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് മാഷ അവൻ ഒന്നുകൂടി കഞ്ഞിയെടുത്ത് കൊടുക്കും. എന്നിട്ട് അവനെ കൈപിടിച്ച് എണീപ്പിച്ച് അങ്ങനെ അവർ തമ്മിൽ കൂട്ടാവും. അടുത്ത സീനിൽ രാത്രിയിൽ മാഷ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ ജർമ്മൻ കൂട്ടുകാരൻ പുറകെ നിന്ന് വിളിച്ച് ഞാനും വരുന്നു എന്ന് പറയും. ഇത് കേട്ട് അവൾ ഒരുപാട് സന്തോഷിക്കും. അപ്പൊ നോക്കുമ്പോൾ അവന്റെ പുറകെ നേരത്തെ കണ്ട എല്ലാ കുട്ടികളുണ്ട്. ഇവരെല്ലാരും ഒരു ടീമാണ്. നമ്മുടെ കുട്ടിയെ ഉപദ്രവിക്കാൻ അവരെല്ലാം പുറകെ ഓടിക്കും. കണ്ണിൽ ചോരയില്ലാത്ത പിള്ളേരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അവന്മാരെല്ലാരും കൂടി മാഷയെ വളഞ്ഞു പിടിച്ച് റേപ്പ് ചെയ്യും. അടുത്ത സീനിൽ ഒരു സ്ത്രീ അവളെ രക്ഷിച്ച് ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കും. ഡോക്ടർ അവളെ പരിശോധിച്ച് കഷ്ടം തന്നെ ഇവളുടെ കാര്യം, വന്ന ഉടനെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ, ഇവളുടെ കാവൽ മാലാഖ നീയാണെന്ന് ആ സ്ത്രീയോട് പറയും. അത് കഴിഞ്ഞ് ആ സ്ത്രീയോട് ഈ കുട്ടിയെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ, അവിടെ വെച്ച് പരിശോധിക്കാമെന്ന് പറയും. അതിനാ സ്ത്രീ എന്റെ ഭർത്താവ് അതിനെ സമ്മതിക്കുമെന്നറിയില്ല, അയാൾ അതിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ല എന്ന് പറയും. അഥവാ ഇനി ഞാൻ കൊണ്ടുപോയാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞ് കോടതിയിൽ നീ എന്ത് പറയും, നിങ്ങൾ എന്തിനാണ് അവളെ സഹായിക്കാൻ നോക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്നൊക്കെ ഈ സ്ത്രീ ചോദിക്കും. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ, അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയോട് കരുണ തോന്നി, ഇനി എന്താന്ന് വെച്ചാ നീ ആലോചിച്ച് പറയാൻ ഡോക്ടർ പറയും. അടുത്ത സീനിൽ ഈ സ്ത്രീ അവരുടെ ഒരു കൂട്ടുകാരനെ തന്നെ മാഷയെ കൊണ്ട് ഏൽപ്പിച്ച് നോക്കിക്കോളണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. ഈ പുള്ളി ഇവരുടെ ഒരു ബന്ധുവാണ്. ഈ പുള്ളി മാഷയെ ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയം വിച്ചോക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാണും. അവനും അവളെ കണ്ട് ഒന്നും മിണ്ടാതെ ഒരു പുഞ്ചിരി മാത്രം കൊടുക്കും. അടുത്ത സീനിൽ ഈ പുള്ളി തന്റെ അങ്കിളിന്റെ വീട്ടിൽ മാഷയെ കൊണ്ടാക്കാനായിട്ട് വരും. അവിടെ എത്തി അങ്കിളിനെ ചോദിക്കുമ്പോൾ അങ്കിൾ അവിടെ ഇല്ല. മാഷ അവിടെയൊക്കെ നോക്കുമ്പോൾ അങ്കിളിന്റെ യൂണിഫോം കാണും. അപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്കിൾ ഒരു വലിയ പോലീസാണ്. അത് കഴിഞ്ഞ് ആന്റി ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാം, അങ്ങോട്ടേക്ക് ഇരിക്കാൻ പറയും. ആ സമയം ഞാൻ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ പുള്ളി അവളെ കൊണ്ട് ഒരു റൂമിനകത്തേക്ക് പോകും. അവിടെ ഒരു കുട്ടിയെ കാണിച്ച് അവളുടെ പേര് ലെനോഷ്ക, അവളെ വിളിച്ച് ഞാൻ നിനക്കൊരു കൂട്ടുകാരിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ആ കുട്ടി തിരിഞ്ഞു പോലും നോക്കാതെ ഒരു കണ്ണാടി വഴി നോക്കി എനിക്ക് ആരെയും കാണണ്ട, കഥ കടച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറയും. പുറത്തു വന്ന ആന്റിയോട് അവളെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ മരിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, പെട്ടെന്ന് ഒരാൾ കയറി ചെന്നത് ഇഷ്ടമായി കാണില്ല, സംഭവം ഇവരുടെ മകളല്ല, അത് ആ കുട്ടിയുടെ സ്റ്റെപ്പ് മമ്മാണിത്. ലെനോഷ്കയുടെ അമ്മ മരിച്ചതിന് ശേഷം പുറത്തിറങ്ങാതെ അവൾ ഫുൾ ടൈം റൂമിലാണ്. എന്നാൽ അവൾക്ക് നടക്കാനാവില്ല. അവളുടെ അരയ്ക്ക് താഴോട്ട് ചലനമില്ലാതെ അവൾ വീൽ ചെയറിലാണ്. അത് കഴിഞ്ഞ് ആന്റി മാഷയുടെ കയ്യിൽ ലെനോഷ്കയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് ഇതാ മേശപ്പുറത്ത് കൊണ്ടുവച്ചാൽ മതി, പിന്നെ അവൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, അങ്കിള് വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി ആന്റിയുടെ കയ്യിൽ ഈ പുള്ളി കൊടുക്കും. നമ്മുടെ കുട്ടി ലെനോഷ്കയുടെ റൂമിൽ വന്ന് നമുക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ നിപ്പ് ഇറങ്ങി പൊക്കോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കുന്ന ആ പെണ്ണ് പറയും. മാഷ അതൊന്നും കേൾക്കാതെ അവളുടെ അടുത്തേക്ക് ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കും. ആ കുട്ടി മാഷയെ തല്ലാൻ വേണ്ടി ഒരുങ്ങുന്നതും വീൽ ചെയറിന്ന് താഴേക്ക് വീഴും. മാഷ അവൾ അവിടെ നിന്ന് എണീപ്പിച്ചിരുത്തുന്ന സമയം അവൾ മാഷയുടെ കയ്യിൽ കടിക്കാൻ നോക്കും. എന്നാലും അവളെല്ലാം സഹിച്ച് പുറത്തേക്ക് വന്ന് അവൾ ഭക്ഷണം എല്ലാം കഴിച്ചു, ഇനി വേണമെന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ആന്റി വീണ്ടും ഭക്ഷണം കൊടുത്തു വിടും. അടുത്ത് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ലെനോഷ്കയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. മാഷ അവളുടെ അടുത്ത് വന്ന് എല്ലാം ശരിയാകും, നിന്റെ അമ്മ ഇപ്പൊ സ്വർഗത്തിലാണ്, നീ സന്തോഷിച്ചിരിക്കുന്നതാണ് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടം, നീ സന്തോഷമായിട്ടിരിക്കാൻ ഞാനും എന്റെ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാം, അവൾ എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കാനുണ്ടെന്ന് മാഷ പറയും. ഇത് കേൾക്കുമ്പോൾ ലെനോഷ്ക കരയും. അപ്പൊ തന്നെ മാഷ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് അവർ തമ്മിൽ ഒരുപാട് കൂട്ടാവും. അടുത്ത സീനിൽ അങ്കിൾ പോലീസ് വീട്ടിലേക്ക് വരും. അപ്പൊ തന്നെ ആന്റി അങ്ങോട്ടേക്ക് വന്ന് മീറ്റ് ഇവിടെ വന്നിരുന്നു, ഇത് നിങ്ങളുടെ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ പേപ്പർ കൊടുക്കും. അതിൽ എഴുതിയിരിക്കുന്നത് ലിത്വാനിയയിലേക്കോ അല്ലെങ്കിൽ അടുത്തെവിടേക്കെങ്കിലും അവളെ എത്തിക്കണം എന്നാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ അവന്റെ ഓരോ തോന്നിവാസത്തിനും ഓരോന്ന് എഴുതി വെച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ, എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാ നോക്കട്ടെ എന്ന് പറഞ്ഞ് മാഷയോട് പുള്ളി സംസാരിക്കാനായി വരും. അവളോട് എല്ലാ കാര്യവും ചോദിച്ച് നിന്നെ റഷ്യൻ ഭാഷ സംസാരിക്കാൻ പഠിപ്പിച്ച് തരാൻ ചോദിക്കും. അതിന് അവൾ നമ്മുടെ മുത്തിയുടെ പേര് പറയും. അത് കഴിഞ്ഞ് മാഷനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയം ലെനോഷ്ക അങ്ങോട്ടേക്ക് വന്ന് ഇവളെ എങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ ചിന്തിച്ചിരിക്കും. അവസാനം മാഷനെ അവിടെ നിന്ന് കൊണ്ടുപോയില്ല. ലെനോഷ്ക അവളോട്
നിനക്ക് വേറെ ആരും ഇല്ലല്ലോ, നീ എന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് പറയും. നമ്മുടെ കുട്ടിക്ക് അതിന് വാക്ക് കൊടുക്കാൻ പറ്റില്ല. അവള് ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് തയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തിലായത് കണ്ട് ആന്റിയും സന്തോഷിക്കും. അടുത്ത സീനിൽ കുട്ടികൾ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്കിൾ വന്ന് നോക്കും അവരെ. അങ്കിൾ ഇപ്പോൾ നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അടുത്ത ദിവസം അവരുടെ വീട്ടിൽ ന്യൂ ഇയറിന്റെ ആഘോഷമാണ്. അന്ന് അവിടേക്ക് മീറ്റ വരും. അങ്കിൾ മീറ്റേനെ വിളിച്ച് ഞങ്ങളിപ്പോ വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. അവളെ ഇവിടെ കൊണ്ടാക്കിയതിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതിനും അങ്കിൾ മീറ്റയോട് ചൂടാവും. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണെന്ന് അവൻ പറയും. എടാ, നീ ചിന്തിക്കുന്നത് പോലൊന്നും അല്ല, അവള് നാട് കടത്തപ്പെട്ടവളാണ്. അവളുടെ അച്ഛൻ തൂക്കിലേറ്റപ്പെട്ടു, ഗർഭം അലസി അമ്മയും മരണപ്പെട്ടു. സെബേരിയയിലെ ഏത് റോഡിൽ വെച്ചാണ് അവള് മരിച്ചതെന്നും എനിക്കറിയാം. ഇവിടെ പുറത്ത് ആന്റി വൈൻ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ അത് തെറിച്ച് ലെനോഷ്കയുടെ പുറത്ത് വീഴും. അവൾ ആന്റിയെ കുറെ തെറി പറഞ്ഞിരിക്കുമ്പോൾ അങ്കിൾ അങ്ങോട്ടേക്ക് വന്ന് എന്ത് പറ്റിയും ചോദിക്കും. ഞാൻ ഇത് പപ്പയ്ക്ക് വേണ്ടി ചെയ്താന്ന് പറഞ്ഞ് അവള് തയ്ച്ചുണ്ടാക്കി ഒരു സോക്സ് പപ്പയ്ക്ക് കൊടുക്കും. പപ്പ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ. മാഷ അവളെ തുന്നാൻ പഠിപ്പിച്ചു എന്ന് ആന്റി പറയും. ലെനോഷ്ക വീണ്ടും ആന്റിയോട് ചൂടായി, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? ആന്റിക്ക് സങ്കടമായി ആന്റി അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ നമ്മുടെ കുട്ടി ഒരു പള്ളിയിൽ വന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് അവിടുത്തെ അച്ഛന്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് ഇതെന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി കുർബാന ചൊല്ലാൻ പറയും. അടുത്ത സീനിൽ മാഷ ഉറങ്ങി എന്തോ ഒരു സ്വപ്നം കണ്ട് എണീക്കും. അവൾ ഒരുപാട് കരയും. ലെനോഷ്ക ഇത് കണ്ട് ഇപ്പൊ നമ്മൾ സഹോദരിമാരാണ്, നീ കരയരുതെന്ന് പറയും. നമ്മൾ ഉടനെ തന്നെ പിരിയേണ്ടി വരുമെന്ന് മാഷ പറയും. ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ലെനോഷ്ക പറയും. എന്നിട്ട് അവൾ നമ്മുടെ കുട്ടിക്ക് ഒരു കർച്ചീഫ് കൊടുത്ത് ഇത് ഞാൻ തുന്നിയതാണ്, ഇതിൽ നമ്മുടെ വീട്ടിലെ ടെലിഫോൺ നമ്പർ ഉണ്ടെന്ന് പറയും. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് ലെനോഷ്ക പറയും. അടുത്ത സീനിൽ ആന്റി വന്ന് നീ പെട്ടെന്ന് റെഡിയാകണം, നമുക്ക് ഒട്ടും സമയമില്ല, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഇനി അപകടമാണ്. എന്നിട്ട് അവളെ ഒരു വണ്ടിയിൽ കയറ്റി നിനക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഇവർ ഇറക്കൂന്ന് പറയും. അടുത്ത ദിവസമായി അവൾ ഉറക്കണിട്ട് നോക്കുമ്പോൾ കുറെ പട്ടാളക്കാരുടെ നടുവിലാണ്. എന്നാൽ അതെല്ലാം നമ്മുടെ പോലീസ് അങ്കിളിന്റെ ആളായതുകൊണ്ട് അവളൊന്നും ചെയ്യില്ല. അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് ഇറക്കി വിട്ട് കുറച്ച് പണവും കൊടുത്ത് അവരവിടെ നിന്ന് പോകും. മാഷ വരുന്നത് ആ ട്രെയിനിൽ വെച്ച് അഡ്രസ്സ് കൊടുത്തില്ലേ അവരുടെ വീട്ടിലേക്കാണ്. അവിടെ വന്ന് നിങ്ങളുടെ ആങ്ങളെ ജീവനോടെ ഉണ്ടെന്ന് അവൾ പറയും. അങ്ങനെ അവിടെ ഉള്ളവർ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പെങ്ങളുടെ ഭർത്താവ് ഇവളോട് സംസാരിക്കും. ഇവളോട് എന്തൊക്കെയോ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കും. ഇവക്ക് അത് കേട്ട് സംശയം തോന്നും. വീണ്ടും ഇവളെ പറ്റി ഓരോന്ന് അയാൾ ചോദിക്കും. ഇവൾ ഓരോന്ന് പറയുമെങ്കിൽ അയാൾക്ക് അതൊന്നും വിശ്വാസമാവില്ല. നമ്മുടെ കുട്ടിക്ക് സംശയം തോന്നി അവൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരും. ഇയാൾ ഭാര്യയോട് സംസാരിച്ച് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ മാഷയെ കാണില്ല. അടുത്ത സീനിൽ നമ്മുടെ കുട്ടി ഒരു ചന്തയിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഒരിടത്തെത്തുമ്പോൾ കുറച്ച് ആൾക്കാരെ കൊന്നിട്ടേക്കുന്നു. അവൾ ഇത് കണ്ട് പേടിച്ച് എന്താന്നൊക്കെ നോക്കുന്ന സമയം ഒരു പോലീസ് അവളെ പിടിക്കും. എന്നിട്ട് നിനക്കതിൽ ആരെയാ മനസ്സിലായെന്ന് ചോദിക്കും. ഈ പോലീസ് എന്തൊക്കെ ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടാത്തത് കൊണ്ട് ഇയാൾ നമ്മുടെ കുട്ടിയെ തല്ലും. ആ അടിയിൽ തന്നെ അവളുടെ മൂക്ക് പൊട്ടി ചോര വരും. അവള് ദേഷ്യപ്പെട്ട് എന്നെ തൊട്ടു പോകരുത്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും അവിടത്തെ ഹെഡ് പോലീസ് വരും. അയാൾ വന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ ശവത്തിനടുത്ത് ഇവള് നിന്ന് കരയുന്ന കണ്ടു. അങ്ങനെ ഇവളെ പിടിച്ചു എന്ന് പറയും. ഇവള് റഷ്യക്കാരിയായി അഭിനയിക്കുന്നതാണ്, ഇവള് റഷ്യക്കാരി അല്ല എന്ന് പറയും. എന്നിട്ട് ഹെഡ് പോലീസ് അവളുടെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അയാൾ ആ കർച്ചീഫിലെ നമ്പർ കണ്ട് ഇത് ആരുടെ നമ്പറാ? അതിനവൾ എന്റെ സഹോദരിയുടെ നമ്പറാന്ന് പറയും. എന്നാൽ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാന്ന് പറഞ്ഞ് ഇയാൾ അവരെ വിളിക്കും. ലെനോഷ്കയാണ് ഫോൺ എടുക്കുന്നത്. അവളെടുത്ത് ആരാന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നൊന്നും മിണ്ടില്ല. എന്നിട്ട് പപ്പയുടെ കൈ കൊടുത്ത് പപ്പയും ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും ഒന്നും മിണ്ടില്ല. ഫോൺ കട്ട് ചെയ്യും. കുറച്ചു കഴിഞ്ഞ് പോലീസ് വീണ്ടും വിളിക്കും. അവിടുന്ന് പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പപ്പ പറയും. പപ്പ ആരാന്ന് അവർക്ക് മനസ്സിലാവും. ആ കൊച്ചിനോട് ഉടനെ തന്നെ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോളം പറയും. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് പോലീസ് മാഷയോട് വന്ന് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ജോലി ഇതായി പോയി, നിനക്ക് ഞങ്ങളോട് ദേഷ്യവും തോന്നരുത്. അതിന് മറ്റേ പോലീസുകാരെ നിങ്ങൾ എന്തിനാ അവളെ വെറുതെ വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ നാഷണൽ സെക്യൂരിറ്റി മേജറാണ്, അത് നിനക്കറിയാമോ? എന്നിട്ട് മാഷയോട് നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയും. മാഷ ഉടനെ എന്റെ പണം അയാൾ എടുത്തു എന്ന് പറയും. ഹെഡ് പോലീസ് അയാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു കൊടുക്കും. എന്നിട്ട് എന്നെ അയാൾ അടിച്ചു എന്ന് പറയും. അതിന് ഹെഡ് പോലീസ് ഇങ്ങനെയാണോ അടിച്ചതെന്ന് ചോദിച്ച് അയാളുടെ വയറിലൊരു ഇടി എടുക്കും. എന്നിട്ട് നമ്മുടെ കുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടും. അവൾ ഒരുപാട് ദൂരം വീണ്ടും നടന്ന് അവളുടെ സ്വന്തം വീട്ടിൽ അവളെത്തും. വീടിനകത്തേക്ക് കയറി അവളുടെ കയ്യിലെ കുരിശ് അവൾ അവിടെ തൂക്കും. എന്നിട്ട് അവിടെയൊക്കെ ആസ്വദിച്ച് കാണുന്ന സമയം ഒരു വണ്ടി പോലീസ് അങ്ങോട്ടേക്ക് വരും. അവൾക്ക് വേറൊന്നും ചെയ്യാനല്ല, അവൾ ആത്മവിശ്വാസത്തോടെ മനസ്സിൽ പറയും, എന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം, നിങ്ങൾ എവിടെയൊക്കെ എന്നെ കൊണ്ടുപോയാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തും. അതും പറഞ്ഞ് ഒരുപാട് ധൈര്യത്തോടെ അവൾ നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം വീണ്ടും അവളെ പോലീസ് പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്താ പിന്നീട് സംഭവിക്കുന്നതെന്ന് അവരിതിൽ കാണിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഒരു 11 വയസ്സുള്ള പെൺകുട്ടി ഒറ്റയ്ക്ക് 6000 കിലോമീറ്റർ സഞ്ചരിച്ച് അവളുടെ നാട്ടിലെത്തിച്ചേർന്നു. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള ഒരു ഗുണപാഠവും ഈ സിനിമയിലുണ്ട്. ഈ സിനിമ നമ്മളിൽ കാണുന്ന എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ എഴുതി അറിയിക്കൂ. അപ്പം നമ്മുടെ മുത്തുകളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.